നമസ്കാരം. USA വീക്ക്ലി ന്യൂസിലേക്ക് സ്വാഗതം. അമേരിക്കയിൽ മൂലധനം മുടക്കുന്നവർക്ക് EB-5 വിസയും ഗ്രീൻ കാർഡും നൽകുന്നതുപോലെ ഇന്ത്യയിലും ഇത്തരത്തിലുള്ള പദ്ധതി നടപ്പാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറെടുക്കുന്നു. 18 മാസങ്ങൾ കൊണ്ട് 10 കോടി രൂപയോ 36 മാസങ്ങൾ കൊണ്ട് 25 കോടി രൂപയോ ഇന്ത്യയിൽ മുതൽ മുടക്കുകയും 20 ഇന്ത്യക്കാർക്ക് ഇതിലൂടെ ജോലി നൽകുകയും ചെയ്യുന്നവർക്ക് 10 വർഷത്തേക്കുള്ള പെർമനന്റ് റെസിഡൻസി സ്റ്റാറ്റസ് നൽകുന്നതാണ്. ഇങ്ങനെ വരുന്നവർക്ക് ഇന്ത്യയിൽ വീട് വാങ്ങുവാനും അവരുടെ കുടുംബാംഗങ്ങൾക്ക് ഇന്ത്യയിൽ ജോലി ചെയ്യുവാനും അനുവാദം ലഭിക്കും. പെർമനന്റ് റെസിഡൻസി 10 വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും പുതുക്കാവുന്നതാണ്. എന്നാൽ പാകിസ്ഥാൻകാർക്കും ചൈനക്കാർക്കും ഈ വിസ അനുവദിക്കുന്നതല്ല. അമേരിക്കയിലെ പ്രമുഖ ഓൺലൈൻ പത്രമായ അമേരിക്കൻ ബാസാർ ഇന്ത്യയിൽ നടത്തിയ ബിസിനസ് സ്റ്റാർട്ടപ്പ് മത്സരത്തിൽ IIT വിദ്യാർത്ഥികൾ 1ാം സ്ഥാനം നേടി. അമേരിക്കൻ ബാസാർ ന്യൂഡൽഹിയിലും ബാംഗ്ലൂരുമാണ് ബിസിനസ് കോൺഫറൻസ് നടത്തിയത്. ബാംഗ്ലൂരിലെ വിജയി മദ്രാസ് IITയിലെ ഡാനിയൽ റോയ് ഡേവിഡും ന്യൂഡൽഹിയിലെ വിജയി കാർത്തിക് നന്ദയുമാണ്. കൂടാതെ ഓൺലൈൻ മത്സരങ്ങളിലെ വിജയികളെയും തിരഞ്ഞെടുക്കുന്നതാണ്. മത്സരത്തിൽ വിജയിച്ചവർക്ക് അമേരിക്കയിൽ വന്ന് അവരുടെ ബിസിനസ് സംരംഭങ്ങൾക്കായി മൂലധനം ശേഖരിക്കുവാൻ നിക്ഷേപകരുമായി ചർച്ചകൾ നടത്തുവാനുള്ള സൗകര്യം അമേരിക്കൻ ബാസാർ ഒരുക്കുന്നതാണ്. അമേരിക്കയിൽ വിൽപ്പന നടത്തുന്ന ആന്റി ബാക്ടീരിയ സോപ്പുകളും ബോഡി വാഷുകളും നിരോധിക്കുവാൻ FDA തീരുമാനിച്ചു. ഇത്തരം ഉൽപ്പന്നങ്ങളിൽ രോഗാണുക്കളെ നശിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ മാരകമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായി FDA അറിയിച്ചു. ഇത്തരം സോപ്പുകളുടെ ഉപയോഗം സാധാരണ സോപ്പുകളുടെ ഉപയോഗത്തേക്കാൾ കൂടുതൽ പ്രയോജനം ചെയ്യുന്നതുമില്ല. ആന്റി ബാക്ടീരിയൽ സോപ്പുകളിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കളുടെ ഉപയോഗവും നിരോധിക്കുവാൻ FDA തീരുമാനിച്ചിരിക്കുകയാണ്. അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എയർ മെഡിക്കൽ ഗ്രൂപ്പ് തെക്കേ ഇന്ത്യയിൽ എയർ ആംബുലൻസ് ഹെലികോപ്റ്റർ എമർജൻസി മെഡിക്കൽ സർവീസ് തുടങ്ങുന്നു. കൊച്ചി, ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ് എന്നീ നഗരങ്ങളെ ഉൾപ്പെടുത്തിയാണ് ഈ അത്യാഹിത സൗകര്യം ഏർപ്പെടുത്തുന്നത്. ഏവിയേറ്റേഴ്സ് എയർ റെസ്ക്യൂ കമ്പനി ഉപയോഗിക്കുന്ന 3 ഹെലികോപ്റ്ററുകൾ വാങ്ങുന്ന ചടങ്ങ് ഡാലസിലുള്ള എയർബസ് ഹെലികോപ്റ്റർ ഓഫീസിൽ വെച്ച് നടക്കുകയുണ്ടായി. ചടങ്ങിന് എയർ മെഡിക്കൽ ഗ്രൂപ്പ് CEO ഫ്രെഡ് ബട്ട്ലർ അധ്യക്ഷത വഹിച്ചു. ഏവിയേറ്റേഴ്സ് എയർ റെസ്ക്യൂ മാനേജിംഗ് ഡയറക്ടർ അരുൺ ശർമ്മ, ഫൈനാൻസിംഗ് ഓഫീസർ ഫിലിപ്പ് ദേവസ്യ തുടങ്ങിയവർ കമ്പനിയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി വിവരിക്കുകയുണ്ടായി. കൈരളി TVയെ പ്രതിനിധീകരിച്ച് ജോസ് പ്ലാക്കർഡ്, ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് ടെക്സസ് പ്രസിഡന്റ് ബിജിലി ജോർജ്, IPCNA ജനറൽ സെക്രട്ടറി PP ചെറിയാൻ തുടങ്ങിയവർ ഈ ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി. To all of our guests, please just make yourself comfortable, make yourself at home, and we'll get started with the brief agenda. We'll go for about 30 minutes or so, and then we'll do QA, so have your questions be brewing in your mind, and then we'll do a little bit of ribbon cutting and a celebration of the delivery ceremony. Yes. So as I get started, I'd like to first forward to this in the planning going into this delivery. We have deliveries, but this is very rare that we have this delivery. And I'll tell you, I've been in the industry for over 20 years, fixed wing and now rotary, and there aren't many firsts in aviation anymore. That's just what's happening. There are. Had she not been airlifted, all you would have read in the paper was hiker dies in an accident. It wouldn't have been anything about access. It wouldn't have been anything about EMS safety net. It wouldn't have been anything about having the means to provide acute critical care services in people's time of need. And for those of us who have been in the industry for a while, I see some friends, Craig, others, that's our spiritual mission. You know, yes, we have to have a business that revenues exceeds cost, but at the end of the day, when you talk to our employees that are on the flight line, when you talk to our flight nurses, our paramedics, our 50 minutes. But before I get into the project part of it, let me say a couple of things. Dallas-Fort Worth for me is home. I came here in '89. I did my pilot training at Fort Worth Beecham Airfield. It's that airfield where I sold my first airplane when I was representing Polaris Aircraft. And that was also the first in India because single engine was not permitted to do commercial operations, and then I fought quite hard with our DGCA and got the rules changed over there. The
same process we went through with our AGMS operation also. It's also, as Fred said, it's the first place where I saw a helicopter land at the parking lot to pick up somebody in distress, and I said, hey, why can't I do this in India? So 25 years later, here we are. So, it's true, you should be careful what you wish for, you actually get it. So this is, of course, a great start for us, our team, both with their medical group as well as Airbus. And a project like this does not happen by a single person. When we conceive an idea, that's great, but you need a whole lot of people behind it. You need an organization, you need a manufacturer who believes in you, you need an experienced company who's been through the entire path, and a whole set of people behind it to make it possible. And here I can tell you, Chris, that your team at Airbus India has done a good job. First, that we get to experience, so there may be several questions that some of you have. And I know we have some members of the press. So if there's any questions, we'll take it now and let Fred and Arun be able to answer. ദേഹത്ത് പച്ച കുത്തുന്നതിനായി ഉപയോഗിക്കുന്ന മഷിയിൽ നിരവധി ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന രാസപദാർത്ഥങ്ങൾ ഉള്ളതായി യൂറോപ്യൻ കമ്മീഷൻ റിസർച്ച് സെന്റർ നടത്തിയ പഠനങ്ങൾ കാണിക്കുന്നു. ക്യാൻസറിന് കാരണമായേക്കാവുന്ന ആഴ്സനിക്, ലെഡ്, നിക്കൽ, ബാക്ടീരിയ തുടങ്ങിയ പല വിഷവസ്തുക്കളും മഷിയിൽ അടങ്ങിയതായി പഠനങ്ങൾ വെളിപ്പെടുത്തി. യൂറോപ്പിൽ ഉപയോഗിക്കുന്ന ടാറ്റു ഇങ്ക് മിക്കതും അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കുന്നവയാണ്. അമേരിക്കയിൽ ടാറ്റു എഴുതുന്നവരുടെ എണ്ണം ഇപ്പോൾ വർദ്ധിച്ചു വരുന്നു. ഏതാണ്ട് 3-ൽ-1 ഇവിടെ പച്ചകുത്തുന്നതായി കരുതപ്പെടുന്നു. അവൻ ടാക്സ് ആൻഡ് ഫൈനാൻസ് കമ്പനിയുടെ ഡാലസ് ഓഫീസിന്റെ ഉദ്ഘാടനം റോളറ്റ് സിറ്റി മേയർ ടോഡ് ഗട്ടേൽ നടത്തുകയുണ്ടായി. ടാക്സ് ഫയലിംഗിനെ കൂടാതെ ടാക്സ് പ്ലാനിംഗ്, പേറോൾ, സെയിൽസ് ടാക്സ്, ഫ്രാഞ്ചൈസ് ടാക്സ്, IRS ടാക്സ് ഓഡിറ്റ് പ്രിപ്പറേഷൻ, ബിസിനസ് ഇൻകോർപ്പറേഷൻ തുടങ്ങിയ വിവിധ മേഖലകളിലും കമ്പനി സേവനം നൽകുന്നതാണെന്ന് അവന്റ് കമ്പനി ഡയറക്ടർ ഫ്രിക്സ്മൻ മൈക്കിൾ അറിയിക്കുകയുണ്ടായി. ഉദ്ഘാടന ചടങ്ങിൽ ഗാർലൻഡ് സെയിന്റ് തോമസ് സീറോ മലബാർ കാത്തലിക് ചർച്ച് വികാരി റവറന്റ് ഫാദർ ജോഷി ഇളമ്പാശ്ശേരിൽ ഡാലസിലുള്ള വിവിധ വ്യവസായ സാമൂഹ്യ പ്രമുഖരും പങ്കെടുക്കുകയുണ്ടായി. Big privilege to be here. I think about the different TV shows that they say, don't try this at home. Have y'all seen that? All right. That's a true thing about the services that you guys offer. You know, people can do some of their own taxes and all, but to the extent that y'all do it in the planning services and all. I'm Joseph, and this is my wife, Liz Joseph. We represent Transamerica Financial Advisors. So let me hand over to Liz Joseph to speak some words about our financial advisor. And we are educators, basically. Like, we educate people on how finances work, how tax work, and help them make educated decisions about their finances. Like, whether you earn $1,000 per month or $10,000 per month, at the end of the month, everybody is broke. That's because America has ended up like a consumer country than a saver country. So that's because of the lack of financial education. അവാൻ ടാക്സ് ആൻഡ് ഫൈനാൻസ് എന്ന സ്ഥാപനം അമേരിക്കയ്ക്കുപരി ഇന്ത്യയിലും സർവീസ് പ്രൊവൈഡ് ചെയ്യും. ഇന്ത്യയിലെ സർവീസ് അമേരിക്കയിൽ താമസിക്കുന്ന NRIകൾക്കും അവരുടെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാർക്കും വേണ്ടി പ്രത്യേകമായി സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ്. ഒന്ന്, അമേരിക്കയിൽ നിന്നും പണം ഇന്ത്യയിലേക്ക് അയച്ച വ്യക്തികൾ ഇന്ത്യയിൽ വസ്തുക്കൾ വാങ്ങിക്കുകയും ആ വസ്തുക്കൾ വിൽക്കുകയും ചെയ്യുമ്പോൾ അവിടെ നിന്നുണ്ടാകുന്ന ക്യാപിറ്റൽ ഗെയിന്, ആ പണത്തിന് ഇന്ത്യയിൽ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരുന്നു. അതുപോലെ തന്നെ വേൾഡ് വൈഡ് ടാക്സ് അമേരിക്കയിൽ കൊടുക്കേണ്ടതായിട്ട് വരുന്നു. ഈ ക്യാപിറ്റൽ ഗെയിന് അക്കൗണ്ട് ചെയ്യാനും ഈ ക്യാപിറ്റൽ ഗെയിന് കുറയ്ക്കുന്നതിന് വേണ്ടിയും ഉള്ള സംവിധാനങ്ങളും അതിൻ്റെ സ്ട്രാറ്റജികളും അവാൻ ടാക്സ് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്ലഹോമ ഹിന്ദു മിഷന്റെ ഓണാഘോഷങ്ങൾ ഓക്ലഹോമ ഗുജറാത്തി സമാജം ഹാളിൽ വെച്ച് ആഘോഷിക്കുകയുണ്ടായി. ഓണസദ്യയോടൊപ്പം വിവിധ കലാപരിപാടികളും അവതരിപ്പിക്കപ്പെട്ടു. ഓക്ലഹോമ സംസ്ഥാനത്തെ നിരവധി മലയാളികൾ ഓണാഘോഷത്തിൽ പങ്കെടുക്കുകയുണ്ടായി. ഓക്ലഹോമ ഹിന്ദു മിഷന്റെ 7ാമത്തെ ഓണാഘോഷ പരിപാടികൾ ഈശ്വര പ്രാർത്ഥനയോടെ തുടങ്ങുകയായി.
ഇന്ത്യൻ വജ്രാഭരണങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളുടെയും ശേഖരങ്ങളുമായി റോസ് ജുവലറി ഡാലസിൽ പ്രവർത്തനം ആരംഭിച്ചു. ഡാലസ് പാർക്ക് പ്ലാസ ടവറിൽ ഉള്ള സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം കൊപ്പേൽ സെയിന്റ് അൽഫോൻസ സീറോ മലബാർ ചർച്ച് വികാരി റവറൻഡ് ഫാദർ ജോൺ സ്റ്റീ നിർവഹിച്ചു. വിവിധ ഇന്ത്യൻ വജ്രാഭരണങ്ങൾ റോസ് ജുവലറിയിൽ ലഭിക്കുന്നതാണെന്ന് ഉടമ ശ്രീ ജോഷി കല്ലറയ്ക്കൽ അറിയിക്കുകയുണ്ടായി. സപ്തതി ആഘോഷിച്ച മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമ അധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവായ്ക്ക് അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയും മിഷേൽ ഒബാമയും ആശംസകൾ അറിയിച്ച സന്ദേശം US ഡെപ്യൂട്ടി കമ്മീഷണറും ബെൻസലേം സെയിന്റ് ഗ്രിഗോറിയോസ് മലങ്കര ഓർത്തഡോക്സ് ചർച്ച് മെമ്പറുമായ റവറൻഡ് ഫാദർ അലക്സാണ്ടർ കുര്യൻ നൽകി ആദരിക്കുകയുണ്ടായി. തുടർന്ന് നടന്ന സമ്മേളനത്തിൽ പരിശുദ്ധ കാതോലിക്ക ബാവ നോർത്ത് ഈസ്റ്റ് മലങ്കര മെത്രാപ്പോലീത്ത സക്കറിയസ് മാർ നിക്കളോവസ്, നിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസ്റ്റോസ്റ്റമസ്, വിവിധ ഇടവക പ്രതിനിധികളും പങ്കെടുക്കുകയുണ്ടായി. സഭാ സെക്രട്ടറി റവറൻഡ് ഫാദർ MK കുര്യാക്കോസ് ഏവരെയും സ്വാഗതം ചെയ്തു. പെൻസിൽവേനിയ, മാരിലൻഡ്, വാഷിംഗ്ടൺ, വെർജീനിയ തുടങ്ങിയ നോർത്ത് കരോലൈന തുടങ്ങിയ ഏരിയയിലുള്ള എല്ലാ ആളുകൾക്കും പരിശുദ്ധ ഭാവത്തിനെ കാണുന്നതിനും തിരുമേനി കേൾക്കുന്നതിനും ഈ ഒരു അവസരം നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. ഈ മീറ്റിംഗിലേക്ക് സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി തിരുവമ്പാകെ നിന്നുകൊണ്ട് തന്നെ പരിശുദ്ധ പിതാവിനെ ഈ മീറ്റിംഗിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മലങ്കര സഭയുടെ ഒരു കോണിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, ഒരു അപ്പോസ്തലനെ അയച്ചത് തന്നെ കർത്താവായ യേശുക്രിസ്തു അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം എന്ന് വേണമല്ലോ കരുതാൻ. നോർത്ത് ഈസ്റ്റ് ഡയോസിസിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പെട്ടെന്ന് വളരുന്നു, ശക്തമായി വളർച്ച പ്രാപിക്കുന്നു എന്നുള്ളത് സന്തോഷം തോന്നുന്നുണ്ട്. ഭരണപരമായും അതുപോലെ തന്നെ അതിൻ്റെ മറ്റ് വികസനങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ട്രാൻസ്ഫിഗറേഷൻ റിട്രീറ്റ് സെൻറ്റർ എന്ന പേരിലെ ഒരു വലിയ പദ്ധതി നിങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന് നിങ്ങളുടെ സന്മനസ്സും നിങ്ങളുടെ സഹകരണവും സ്വപ്നം കണ്ടുകൊണ്ട് തന്നെയായിരിക്കും തിരുമേനിയും അതുപോലെ അതിനോട് ബന്ധപ്പെട്ട ഓരോരുത്തരും അതിലേക്ക് കാര്യത്തിൽ വെച്ചിട്ടുള്ളത്. ദളിത് ക്രൈസ്തവ ശാക്തീകരണത്തിന് വേണ്ടി നാം പ്രത്യേകമായ പരിഗണന നൽകുന്നുണ്ട്. വൈദികരുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്കും ക്ഷേമനിധിക്കും സഭയിലെ ശുശ്രൂഷകർക്കും കെയർ ടേക്കേഴ്സ്, പള്ളി മൂപ്പന്മാർക്കും ഉള്ള ക്ഷേമ പദ്ധതികൾ സഭ ആവിഷ്കരിച്ചിട്ടുണ്ട്. തിരുവേലിക്ക് 70 വയസ്സ് മറ്റന്നാൾ തികയാണ്.
ദീർഘായുസോടുകൂടി ഇരുന്ന് ദീർഘകാലം സഭയെ മേയിച്ച് ഭരിക്കട്ടെ, അതിനുള്ള ആയുസ്സും ആരോഗ്യവും മനസ്ഥൈര്യവും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭ്യന്തനായ ക്രിസോസ്റ്റോസ് തിരുമേനി നമുക്ക് എല്ലാവർക്കും സുപരിചിതനാണ്. തിരുമേനിക്കുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളു. ഇതിൻ്റെ വിജയമെന്ന് പറയുന്നത് ഈ വൈദികരുടെയും നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണവും പങ്കാളിത്തവും